കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അതുപോലെ തന്നെ അവൈലബിലിറ്റി, ഇതിനെതിരെ ഉള്ള അറ്റാക്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പാടില്ലാത്തവർ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാം. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ നിന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലോസ് ആയി വിചാരിക്കുക, അതൊരു കോൺഫിഡൻഷ്യാലിറ്റി വയലേഷനാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് മറ്റൊരാൾ ആക്സസ് ചെയ്ത് കയറി, ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്ത് കയറി, അതും ഒരു കോൺഫിഡൻഷ്യാലിറ്റി വയലേഷനാണ്. കാരണം എൻ്റെ ഇൻഫർമേഷൻ അവർക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റം അറ്റാക്ഡ് ആയി, അതിനകത്ത് കുറച്ച് ഫയൽസ് അതിനകത്തുണ്ട്, ഇന്ത്യൻ ഫയൽസ് ഉണ്ട്. ആ ഫയൽസിൽ പല മോഡിഫിക്കേഷൻസ് നടന്നു, ഞാൻ അറിയാതെ പല മോഡിഫിക്കേഷൻസ് അതിനകത്ത് നടന്നു. അപ്പോൾ അതൊരു ഇന്റഗ്രിറ്റി വയലേഷനാണ്. അല്ലെങ്കിൽ ഞാനൊരു മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജ് പോകുന്നതിനിടയ്ക്ക് ആ മെസ്സേജ് മറ്റൊരാൾ മോഡിഫൈ ചെയ്തു, ഞാൻ അയച്ചതൊരു മെസ്സേജ് കിട്ടുന്നത് മറ്റൊരു മെസ്സേജ്, ഇതും ഇന്റഗ്രിറ്റി വയലേഷനാണ്. അതുപോലെ അവൈലബിലിറ്റി വയലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവൈലബിൾ ആകാതിരിക്കും. ഉദാഹരണത്തിന് എനിക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ അതെങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി, അപ്പോൾ അവൈലബിലിറ്റി വയലേഷൻ. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ്, അല്ലെങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ്, അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഡൗൺ ആയി, അല്ലെങ്കിൽ എൻ്റെ ഒരു സെർവർ ഡൗൺ ആയി, ഇതെല്ലാം അവൈലബിലിറ്റി വയലേഷൻസ് ആണ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അറ്റാക്സ് അല്ലെങ്കിൽ ചില വയലേഷൻസ് അത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ അറിയിൻ്റെ ഉദ്ദേശം. ഇതുപോലെ അഡീഷണൽ ആയിട്ടുള്ള ഇനി ഇൻഫർമേഷൻ സെക്യൂരിറ്റി കൺസെപ്റ്റ്സ് അറിയാനായിട്ട് റെഡ് ടീം ഹാക്കർ അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക.